ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ എത്തിച്ചിട്ട് നിങ്ങളെ മുന്നിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചെമ്മീൻ അച്ചാറാണ് കേട്ടോ. ചെമ്മീൻ അച്ചാർ വെക്കുന്ന വീഡിയോയാണ്. നമ്മൾ ചെയ്യുന്ന പാചകം നിങ്ങൾക്കും കൂടെ പ്രയോജനമാവണമെങ്കിൽ ആവട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ചെമ്മീൻ അച്ചാറിടാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ ഒന്ന് വീഡിയോയും കൂടെ എടുക്കുന്നുണ്ട്. നമ്മുടെ രീതികളും നമ്മുടെ പാചകങ്ങളും ആർക്കെങ്കിലുമൊക്കെ പ്രയോജനമാവട്ടെ. അപ്പോൾ ഞാൻ ഒരു 2 കിലോ ചെമ്മീനാണ് ഇവിടെ പിന്നീട് അച്ചാറിടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ചെമ്മീൻ വൃത്തിയാക്കുന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മളിങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നുള്ള ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അല്ലെങ്കിൽ ചെമ്മീൻ വൃത്തിയാക്കുന്ന വീഡിയോയും കൂടെ ഞാൻ എടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാമൊക്കെ വൃത്തിയാക്കി മസാലയൊക്കെ പുരട്ടിയതിന് ശേഷമാണ് ഫോൺ എടുത്തുകൊണ്ട് വന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതിയത്. 2 കിലോ ചെമ്മീനൊക്കെ വൃത്തിയാക്കുന്ന കാര്യം ഇത്തിരി ടാസ്ക്കാണ്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പ്രത്യേകിച്ച് ചെമ്മീനാകുമ്പോൾ അത് വൃത്തിയാക്കാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ അതുകൊണ്ട് അന്നേരം ആ വീഡിയോ എടുക്കണ ഒരു മൈൻഡും എനിക്കില്ലായിരുന്നു. മസാലയൊക്കെ പുരട്ടി വെച്ചതിന് ശേഷമാണ് വീഡിയോ എടുക്കണം എന്നുള്ളൊരു ബോധം വന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ ചെമ്മീൻ അച്ചാർ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇഞ്ചി വെട്ടി വെച്ചിട്ടുണ്ട്, വെള്ളുള്ളി പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 1/4 കിലോ വെള്ളുള്ളിയും വെളുത്തുള്ളിയും 1/4 കിലോ ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പച്ചമുളക് ഒരു 100 ഗ്രാം വേണമായിരുന്നു. പച്ചമുളക് കുറവായതുകൊണ്ട് ഉള്ളതൊരു 8-10 പച്ചമുളകിന് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ അരിഞ്ഞ് ഇഞ്ചിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെള്ളുള്ളിയും മുഴുവനെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചെമ്മീനുണ്ടല്ലോ, മസാല ഉണ്ടല്ലോ, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇച്ചിരി ഗരം മസാല ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് പുരട്ടി ഒരു മണിക്കൂർ ഞാൻ അത് അരപ്പ് പിടിക്കാൻ വേണ്ടി വച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് നമ്മളതിനെ വറുത്ത് കോരി എടുത്തത് കേട്ടോ. ഓരോന്നും പറഞ്ഞ് വരുന്നതിൻ്റെ ഇടയിൽ കറക്റ്റ് നമുക്ക് പറയാൻ പറ്റിയില്ല. അപ്പോൾ ഞാനത് മസാലയൊക്കെ ഒരു മണിക്കൂർ പിടിക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ ഒന്ന് ലൈറ്റായിട്ട് വറുത്ത് കോരിയിട്ടുണ്ട്. നമ്മൾ മീനൊക്കെ വറുക്കുന്ന പോലെ അത്രയും മൂപ്പൊന്നും വേണ്ട. നമ്മളല്ലാതെ ഒന്ന് വറുത്ത് കോരിയൊക്കെ മാറ്റി വെച്ചതിന് ശേഷം അച്ചാറിടാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നല്ലെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയാകുമ്പോൾ പെട്ടെന്ന് ചീത്തയായി പോവും. നല്ലെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് കടുക് പൊടിച്ചതും ഉലുവ പൊടിച്ചതും ഇല്ലാത്തത് കൊണ്ട് ഞാൻ മുഴുവൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് മുഴുവൻ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പൊടിയല്ല, ഉലുവ മുഴുവനായിട്ടുള്ളത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ തിളച്ച എണ്ണയിലോട്ട് അതിട്ടതിന് ശേഷം നമ്മൾ ഇച്ചിരി കറിവേപ്പിലയും കൂടെ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിട്ടതിന് ശേഷം നമുക്ക് ഓരോയിട്ടായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ചെമ്മീനുണ്ടല്ലോ വറുത്ത കോരിയ കാര്യം പറഞ്ഞല്ലോ, അത് നമ്മൾ ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വിരവി ഒന്ന് മസാല പിടിക്കുക, ഇച്ചിരി ഗരം മസാലയും കൂടി ഇട്ട് മസാല പിടിക്കുക 1 മണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾ നല്ലെണ്ണയിൽ അത് വറുത്ത് കോരണം. നല്ല മൂപ്പ് വേണ്ട, അല്ലാതെ വറുത്ത് കോരണം. അപ്പോൾ ഞാനിതാ ഇവിടെ പാചകം ചെയ്യാൻ വേണ്ടി നമ്മൾ എണ്ണ ചട്ടി അടുപ്പിൽ വെച്ച് നല്ലെണ്ണ ഒഴിച്ച് നല്ലെണ്ണ ചൂടായതിന് ശേഷം അതിലോട്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കറിവേപ്പില ഇട്ടതിന് ശേഷം വെള്ളുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഞാൻ ഒരുമിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് എണ്ണയിലിട്ടൊന്ന് ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. അതിനുശേഷം എന്തൊക്കെയാണ് ഇതിലിട്ട് കൊടുക്കേണ്ടതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് പച്ചമണം ഒന്ന് മാറട്ടെ. അതിനൊന്ന് നമുക്ക് എണ്ണയിലോട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അച്ചാർ നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ പറയുന്നതിൽ പല വാക്കുകളും വിട്ടു പോകുകയാണെങ്കിലും പാചകം ചെയ്യുന്ന രീതി നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ അതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ നമ്മുടെ ചെമ്മീൻ അച്ചാർ പലരും പല രീതിയിലാണ് പാചകം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ സ്പൂൺ കണ്ടോ, ആ സ്പൂണിന് ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ആ സ്പൂണ് കണ്ടോ, ആ സ്പൂണിന് ഒരു 3 സ്പൂണ് മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇതുണ്ടല്ലോ, കാശ്മീരി ചില്ലിയും അല്ലാത്ത സാധാ മുളകും കൂടെ ഞാൻ ഒരുമിച്ചാണ് പൊടിച്ച് വെച്ചേക്കുന്നത്. രണ്ടും രണ്ടായിട്ടല്ല പൊടിച്ച് വെച്ചേക്കുന്നത്, അത് 3ഉം കൂടെ ഒരുമിച്ച് പൊടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ സ്പൂണിന് 3 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കായം ഇട്ട് കൊടുക്കുന്നുണ്ട്.
പിന്നെ 2 കിലോ ചെമ്മീനിൻ്റെ അളവാണ് ഇവിടെ കാണുന്നത് കേട്ടോ. 2 കിലോ ചെമ്മീൻ്റെ അളവാണ് നിങ്ങൾ കാണുന്നത്. 1/4 കിലോ വെളുത്തുള്ളി, 1/4 കിലോ ഇഞ്ചി. ചിലർ 100 ഗ്രാമൊക്കെ എടുക്കുള്ളൂ ഇഞ്ചി കേട്ടോ. ഞാൻ 1/4 കിലോ ഇഞ്ചി എടുത്തിട്ടുണ്ട്, 1/4 കിലോ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒരു 100 ഗ്രാം വേണമായിരുന്നു, ഇല്ലാത്തതുകൊണ്ട് ഒരു 8-10 ഇരുന്നതിന് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് അത് എണ്ണയിലോട്ടിട്ടൊന്ന് നല്ല പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, മുളക് പൊടി ഇട്ടിട്ടുണ്ട്, കായപ്പൊടി ഇട്ടിട്ടുണ്ട്, ഇച്ചിരി ഗരം മസാലയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പൊടിക്ക് ഗരം മസാലയും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് നമുക്ക് ഇതിലോട്ടിട്ട് ഈ മുളക് പൊടിയുടെയും മല്ലിപ്പൊടി വേണ്ട കേട്ടോ. മസാലയുടെ ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ അതെല്ലാം കൂടെ ഒന്ന് അതിലോട്ടിട്ട് ഇതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അല്ലാണ്ട് തന്നെ നമ്മൾ പിന്നീട് വറുക്കാൻ വേണ്ടിയിട്ട് മസാല പുരട്ടിയപ്പോൾ ആവശ്യത്തിന് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനും ഈ മസാലക്കൂട്ടൊക്കെ പിടിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ചെമ്മീനിന് ആവശ്യമുള്ള ഉപ്പ് ചെമ്മീൻ വറുത്തപ്പോൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഈ മസാലക്കൂട്ടിന് ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയായതിന് ശേഷം ഞാൻ നമ്മുടെ വിനാഗിരി ഉണ്ടല്ലോ, 1.5 ഗ്ലാസ്, ഞാനിപ്പോൾ കാണിച്ച നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്ന ഗ്ലാസ് കണ്ടോ, അതിന് 1.5 ഗ്ലാസ് വിനാഗിരി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് കോൾ വരുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക, കോൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ സൗണ്ട് ഓഫ് ചെയ്തിട്ട് ഇടേണ്ടായിരുന്നു. അപ്പോൾ വിനാഗിരി ഇനിയിപ്പോൾ ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്താൽ വീണ്ടും എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ കോൾ കട്ട് ചെയ്ത് വിട്ട്. അപ്പം നമ്മുടെ 1.5 ഗ്ലാസ് വിനാഗിരി ഞാൻ എടുത്തിട്ടുണ്ട്. അതായത് ഒരു 300 ഗ്രാം അളവ് പറയുകയാണെങ്കിൽ ഒരു 300 ഗ്രാം വിനാഗിരി ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കുറച്ച് ചേർക്കുന്നവർക്ക് കുറച്ച് ചേർക്കാം, അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം. അപ്പോൾ ഞാനിവിടെ ഒരു 300 ഗ്രാമിൻ്റെ അളവിന് വിനാഗിരി എടുത്തിട്ടുണ്ട്. അതായത് ഞാൻ കാണിച്ച ഗ്ലാസ്സിന് 1.5 ഗ്ലാസ്. 2 കിലോ ചെമ്മീനാണേ. 2 കിലോ ചെമ്മീൻ പൊളിച്ചെടുത്തപ്പോൾ എനിക്ക് തോന്നുന്നു 1 കിലോ തന്നെ, 1 കിലോ കൂടുതലേ വരുള്ളൂ, 2 കിലോ വരില്ല. ബാക്കിയെല്ലാം അതിൻ്റെ പിന്നെ വേസ്റ്റെല്ലാം പെയ്തതിന് ശേഷം 1 കിലോ തന്നെ വരുമെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ നമ്മുടെ ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മാക്സിമം നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കത്തക്ക രീതിയിൽ ഞാൻ വീഡിയോയുടെ ലെന്ത് കുറച്ചാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതെല്ലാം കറക്റ്റായി കാണിക്കണമെങ്കിൽ ഒരു അരമണിക്കൂർ വീഡിയോ എടുക്കേണ്ടി വരും. കാണുന്നവർക്ക് മടുപ്പാണ്. അതുകൊണ്ട് ഞാൻ മാക്സിമം വീഡിയോയുടെ ലെന്ത് കുറച്ചാണ് എടുത്തിട്ടുള്ളത്. കാണുന്ന നിങ്ങൾക്ക് ബോറടി വേണ്ട, പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കത്തക്ക രീതിയിൽ വീഡിയോയുടെ ലെന്ത് കുറച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചെമ്മീനെല്ലാം ഇവിടെ തണുത്ത് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഒരു ബോട്ടിലോട്ടാക്കാം. ബോട്ടിലൊന്നും നോക്കിയപ്പോൾ ഒരെണ്ണം ഇല്ലായിരുന്നു. കുപ്പിയുടെ ഇതിൽ നമുക്ക് കോരാൻ പറ്റില്ല, ഇത് കൊടുത്തയക്കുന്നത് കൊണ്ട് കുപ്പിയിലൊക്കെ നമ്മൾ ഇത് പാക്ക് ചെയ്ത് വിട്ടാലുണ്ടല്ലോ ഇത് പൊട്ടിപ്പോകും. അപ്പോൾ ഞാൻ ഒരു